ഹലോ. ഹായ് ആൻസി. ഓ ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. സോഫി ഇവിടെ തന്നെ ഉണ്ട്. താങ്ക്സ് ആൻസി, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. സോഫി, സോഫി. ആഹാ, നീ ഇതിന്റെ മുന്നിൽ ഇരിക്കുമായിരുന്നോ? ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. ഞാൻ എന്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ മോളെ. ഇറ്റ്സ് വെരി അർജന്റ്. അയ്യോ, ഇതെന്ത് കോലാ മാം? നീ ഒന്ന് മാറിക്കേ പ്ലീസ്, പ്ലീസ് കം ഓൺ. ഓക്കേ. എന്താ ഇത്ര വലിയ അർജൻസി? നിനക്ക് പറ്റിയ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആൻസിയുടെ റിലേറ്റീവാ. ചെറുക്കന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അവര് മെയിൽ ചെയ്തിട്ടുണ്ട്. ആൻസി ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ മോളെ. Oh no mom. No, നീ ഇവിടെ നിക്ക് മോളെ, ഇതൊന്ന് കണ്ടിട്ട് പോ. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആ പയ്യൻ. പേര് റോയ്. ഓക്കെ, നല്ല കുടുംബക്കാരാ മോളെ. ഹാൻസം. ഇനി കാണാനെങ്ങാനും ചെറുക്കൻ മോശമാകുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഹീസ് എ സ്മാർട്ട് ഗായ്. വെറുതെ അല്ല ആൻസി പറഞ്ഞത്. മോളെ കം ഓൺ, ഇങ്ങോട്ട് നോക്കിയേ. മോളെ, നീ ആ പ്രിന്റർ ഒന്ന് കണക്ട് ചെയ്തേ. ലെറ്റ് മീ ടേക്ക് എ പ്രിന്റ് ഔട്ട് പ്ലീസ്. പ്രിന്റ് ഒക്കെ പിന്നെ എടുക്കാം മാമ. I have some work. ഞാനാണോ ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് നീ ഒന്ന് വായിച്ചു നോക്ക് മോളെ, എന്നിട്ടൊരു അഭിപ്രായം പറ. കം ഓൺ പ്ലീസ്. I've read mom. എങ്കിൽ എന്താ നിന്റെ അഭിപ്രായം? ഇതുപോലൊരു ബന്ധം ഇനി കിട്ടിയെന്ന് വരില്ല. ഞാൻ എത്ര ട്രൈ ചെയ്തതാ. റോയ്ക്കാണെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. Is he working there? ഇപ്പോഴില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ദേ, നിന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് മമ്മയ്ക്കറിയാം. ഞാൻ എന്താ അവരോട് പറയേണ്ടത്? ടെൽ മീ. ഞാനൊന്ന് ആലോചിക്കട്ടെ മാമ. ഉടനെ ഒരു ഡിസിഷൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. മതി, നന്നായി ആലോചിച്ചിട്ട് മതി. നീ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കില്ല എന്ന് അമ്മയ്ക്കറിയാം. ടേക്ക് യുവർ ഓൺ ടൈം. അതെ, സോഫിയുടെ കാര്യം അന്വേഷിക്കാൻ പറയാൻ മറക്കണ്ട. സാമുവലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തരപ്പെടുമെങ്കിൽ രണ്ടുപേരും കൂടി റോയുടെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഓ, ഞാനത് മറന്നു. റീത്ത് ഇന്നലെ കൂടി വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. ഇനി ഏതായാലും വന്നിട്ട് വിളിക്കാം. അല്ല, ഇതേത് സുന്ദരി കുട്ടിയാ? യു ലുക്ക് ഗോർജിയസ്. നന്നായി. സെലക്ഷനാ. ഇതുപോലത്തെ 3 ജോഡി വാങ്ങിച്ചു. ആഹാ, എന്നാ നമുക്ക് ഇറങ്ങാൻ മോളെ. അതെ, ട്രാവൽ ഏജന്റ് വിളിച്ചിരുന്നു. ആ നയാഗ്ര ഫാൾസ് പോകുന്ന കാര്യം കൺഫർമേഷന് എന്താ പറയണ്ടേ? യു ജസ്റ്റ് കൺഫേം ഇറ്റ്. നമുക്ക് പോവാം. അയ്യേ, ഓഫീസിലേക്ക് ഈ വേഷത്തിലാണോ പോകുന്നേ? ഓ, ഇനി കോട്ടും സൂട്ടും ഒക്കെ മാറാൻ ലേറ്റ് ആവും. ഒരു ദിവസമെങ്കിലും തനി ഇന്ത്യക്കാരനായിട്ടൊന്ന് പോട്ടെ. ബിന, ലാസ്റ്റ് കോൾ. ആർ യു കമ്മിങ് വിത്ത് us? No. ഓക്കേ, ഇവൾക്ക് ഇവളുടെ ഫ്രണ്ട്സാ വലുതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അല്ല മോളെ, നമുക്ക് ബൈ. ബൈ. മോളെ, ടൂറിന് നീയും കൂടെ വാ. ഇല്ല, ഞാൻ വരില്ല. ഇപ്പൊ ഡാഡിക്ക് കൂടെ കൊണ്ടുപോകാൻ വരെ മക്കളുണ്ടല്ലോ. ബീനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് മാത്രമായിട്ട് എന്തിനാ ഒരു പിക്നിക്ക്? ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതല്ലേ, അതായിപ്പോ അവളുടെ പ്രശ്നം. എന്നാ അവൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോവാം. അവളോട് ഒന്നിച്ചൊരു യാത്ര പോകണമെന്ന് എപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തിന്റെ ഭംഗിയല്ലല്ലോ, വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടാവുമ്പോ അതൊരു സുഖമല്ലേ? മോളെ, ഡാഡി ജെയിംസ് അങ്കിളിനോട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രപ്പോസൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? വാട്ട്?
ഇറ്റ്സ് ഫോർ സോഫി. ഹാ, നമ്മുടെ റീത്ത ആന്റിയുടെ സോഫി. So, leave me alone. ആരോടാ എന്റെ കുട്ടിക്ക് ദേഷ്യം? Don't touch me. നിനക്ക് ഡാഡിയുടെ കൂടെ പോവായിരുന്നില്ലേ? ഹി നീഡഡ് യു ടുഡേ. എന്തിന്? ബിന്ദു ഉണ്ടല്ലോ ഹെൽപ്പിന്. അവൾ അവിടെ എന്ത് ചെയ്യാനാ? പാവം. നീ വരുന്നില്ലെങ്കിൽ പിക്നിക്ക് ക്യാൻസൽ ചെയ്യാനാ സുമിയാൻറ്റി പറയുന്നേ. വാ മോളെ. I told you once. ഞാൻ വരുന്നില്ല. Is that clear? നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതല്ലല്ലോ ബീന. എന്താ നിന്റെ പ്രോബ്ലം? മമ്മിയോട് പറ മോളെ. ആരും ഇവിടെ താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. That's it. Full stop. ആര്? സുമിയും ബിന്ദുവോ? Yes. ആഹാ, അവരിങ്ങോട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നിനക്കായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? ഞാൻ അത് അനലൈസ് ചെയ്തില്ല. Can you please leave me alone? ഓക്കേ. Close the door. യാ, ക്ലോസിംഗ്. ഇന്ന് മുഴുവൻ നേരവും ക്ലാസ് ഉണ്ടാവുക? ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അമ്മേ. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല ഇവിടുത്തെ കോളേജും രീതികളും. ലെക്ചേഴ്സൊക്കെ കുറവാ. നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. അത് പിന്നാലെ വന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ കോളേജിൽ ആരും ഉണ്ടാവില്ല. എനിക്ക് ആകെ കൂടെ ഒരു വിറയല്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ അമ്മേ? ഒരു കുഴപ്പമുണ്ടാവില്ല. ധൈര്യമായിട്ട് പോയിട്ടോ. ആരൊക്കെയോ ചെയ്ത സുഹൃതം. നീ ഇപ്പൊ നല്ല നിലയിലെത്തി. അസലായി. പഠിക്കാൻ പോകുന്നത് മാത്രമല്ല, ഇനി എന്തൊക്കെയാ ചെയ്യാൻ കിടക്കുന്നേ? ഒക്കെ ശരിയാവും. ശരിയാവാതെ എവിടെ പോവാനാ അല്ലേ അമ്മേ? അമ്മ വാ. ആഹാ, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മോളെ? എപ്പോഴേ? വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സകല ജോലിയും ഞാനും അമ്മയും കൂടെ തീർത്തു. പള്ളിയിൽ കൂടെ പോണമെന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ആവാം. എനിക്കിന്ന് റിസർച്ച് സെന്ററിലെ ഡ്യൂട്ടി. മോളെ, നീ ബിന്ദുവിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. Me? I don't have time, Mom. ഹാ, പോണ വഴിക്കില്ലേ മോളെ ബിന്ദുവിന്റെ കോളേജ്. ഡ്രോപ്പ് ഹർ ഓൺ ദ വേ. I have to stop in at Frank's place on the way. It's already late. Bye, Mom. ഓക്കെ, ബൈ. ആ മോളെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യട്ടോ. ഇങ്ങനെയുള്ള ഇവളുടെ കുറച്ച് ഫ്രണ്ട്സാ പ്രശ്നം. ആ, അപ്പാപ്പ മോളെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ജോസിന് 9 മണിക്ക് ഏതോ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അങ്ങ് എത്താം. കമോൺ. ആ, ഓ, ഐ ഫോർഗോട്ട് സംതിങ്. ക്ലാസ് വരെ ഞാൻ കൂടെ വരണം മോളെ. വേണ്ട, അപ്പാപ്പന് തിരക്കുള്ളതല്ലേ. ഞാൻ കണ്ടുപിടിച്ചോളാം. ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. വൈകുന്നേരം നിന്നെ പിക്ക് ചെയ്യാൻ ആൻസി വരും. അന്നത്തെ പോലെ മിസ്സാവരുത്. ശരി അപ്പാപ്പ. ബൈ. Who's at this time? Hey! Surprise! എന്തു പറ്റി ഈ നേരത്ത്? Come in. വിജയ് പുറത്തു പോവാൻ നിൽക്കായിരുന്നോ? ഏയ്, ഇറ്റ്സ് ഓക്കെ. 1-2 DVD എക്സ്ചേഞ്ച് ചെയ്യാനായിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ലേ? Yeah, I'm on my way. പറ, വാട്സ്ആപ്പ്. Boring days. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ നേരത്ത് നീ എന്നെ കാണാൻ വരില്ലല്ലോ. Okay, I'm leaving. Hey, come on. I was just joking. So, what will you drink? Anything. Okay. Have it. Thank you. How long will you be here? No idea. Maybe for a month. Maybe sometime more. കേരളത്തിന്റെ ബാക്ക്ഡ്രോപ്പില് ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. Movie? No, a documentary.
അതിൻ്റെ പേപ്പർ വർക്ക്സെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. ബൈ ദ വേ, ഹൗസ് ബിന്ദു? നിന്റെ കസിനെ കേരളത്തിൽ നിന്ന് വന്ന കുട്ടി. ഷീ കുഡ് ഹെൽപ്പ് മീ വിത്ത് ദിസ് കേരള പ്രോജക്റ്റ്. അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ക്യാൻ യു ഹെൽപ്പ് മീ? എങ്ങനെ? ബിന്ദു അവളുടെ മമ്മയൊക്കെ വളരെ കൺസർവേറ്റീവ് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഐ നീഡ് ടു മീറ്റ് ഹെർ. എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് കേരളത്തെക്കുറിച്ച് എഴുതിയാൽ ഇറ്റ് വിൽ ബി ഫാർ ഫ്രം റിയാലിറ്റി. അത് ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ചലഞ്ചും. ഡു യു ഗെറ്റ് മീ? ഓക്കെ, ഐ എം ഓൾസോ ഗോയിങ് ഔട്ട്. ഈ വീക്കെൻഡിൽ ഞാൻ വീട്ടിൽ വരും. ഞാൻ വിളിക്കാം. വിൽ യു ബി ദേർ? മിക്കവാറും. ഐ മീൻ, ബിന്ദു അവിടെ കാണുമോ? ഈ വീക്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നുള്ള അവൾ എന്നോട് പറഞ്ഞത്. എനിക്കറിയത്തില്ല. You better ask her. ഹേയ് ബീന. കം, ഒരു ചായ കുടിച്ചിട്ട് പോ. അയ്യോ, സോഫി വന്നിട്ടുണ്ടാവും അവിടെ. ഓ പിന്നെ, കൊച്ചു കുട്ടിയൊന്നുമില്ലല്ലോ. ഷീ വിൽ ബി ഫൈൻ. കം. ഓക്കേ. ഓ, ഇവിടെ ആരുമില്ലേ? സുമിയുണ്ട്. ചിലപ്പോ ഉറക്കാവും, അതുകൊണ്ട് ബെല്ലടിക്കാതിരുന്ന്. ആഹാ. എന്തായിരുന്നു പതിവില്ലാതെ രണ്ടുപേരും കൂടി? എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇതുപോലെ ഒരു ഷോപ്പിംഗ് വീക്കെൻഡ് സ്പെഷ്യൽ. അല്ല, സുമിക്ക് ഉറക്കമൊന്നുമില്ലേ? ഈ നേരത്തോ? അസലായി. നാട്ടിലാണെങ്കിൽ ഇപ്പൊ പശുവിനെ കറക്കുന്ന നേരം കണ്ണും മുഴിച്ചിരുന്നില്ലെങ്കിലേ പാലിന്റെ പകുതി കറവക്കാരും കൊണ്ടുപോകും. ഞാൻ കുട്ടികൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. ഇനി തന്നോ, ഞാൻ കൊണ്ടുപോയി വെച്ചോ. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുവച്ചോളാം. നിങ്ങളിരിക്കെ, ഞാൻ ഒരു ചായ ഇടാം. ഏയ്, ചായ ഞാനിടാം. എന്റെ ഒരു പാകം ആൻസിക്കേ അറിയൂ. വല്ലപ്പോഴും മറ്റുള്ളവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായ കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല സുമി. ചെല്ലേ സുമി, ഇരിക്കേ. ഇരിക്കുന്നേ. പിന്നെ ബിന്ദു എന്തു പറയുന്നു? ഇവിടുത്തെ കോളേജും ഒക്കെ ആയിട്ട് അവർക്ക് പരിചയമായോ? ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയെ കൂട്ടിന് കിട്ടി. അവളുടെ ക്ലാസ്സിൽ തന്നെയാ പഠിക്കുന്നേ. അതൊരു വലിയ ആശ്വാസമായി. അല്ലെങ്കിലും അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. സോഫി എവിടെ? ഇപ്പൊ വീട്ടിലുണ്ടാവും. ഇന്ന് അവളുടെ ക്ലബിന്റെ ഒരു ബേസ്ബോൾ ഗെയിം ഉണ്ടായിരുന്നു. അതെന്താ അത്? നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് പോലൊരു കളിയാ. ഇവിടെ വളരെ പോപ്പുലറാണ്. ഇവിടുത്തെ പെൺകുട്ടികളും കളിക്കോ? ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ, വേറൊരു തരക്കാരാ. നമ്മുടെ നാട്ടിലെ പെൺപിള്ളാരെ പോലെ ഒതുങ്ങിക്കൂടാനും അണിഞ്ഞൊരുങ്ങാനും ഒന്നും ഇവരെ കിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇപ്പൊ ഇവിടുത്തെ ബിന്ദുവിനെ പോലെയാണോ ബീന? അവളുടെ രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ ഒന്ന് വേറെ തന്നെയല്ലേ? നമ്മളതിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് തോന്നും നമ്മൾ അവരെ മനസ്സിലാക്കുന്നേ ഇല്ല എന്ന് കരുതി ബീന ചീത്തക്കുട്ടിയാണെന്നുണ്ടോ? ഷീസ് എ സ്വീറ്റ് ഗേൾ. അതെനിക്കറിയാം. There you are. നല്ല കുട്ടികൾ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കണം. സോഫിയുടെ കാര്യത്തിൽ ഞാനതാ ചെയ്യാറ്. അപ്പോഴെന്താ ഗുണം? നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുകയും ചെയ്യും, ആരും ഒട്ട് പരാതി പറയത്തുമില്ല. സുമിയെപ്പോലെ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാനേ ബുദ്ധിമുട്ടാ. ഞാനിവിടെ എന്ത് ചെയ്യാനാ? ചെയ്യാനാണെങ്കിൽ ഇവിടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നാട്ടിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിരുന്ന ആളല്ലേ? അതെ, പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചു കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഇവിടെ. അതെന്തോ ആവട്ടെ, ഒരു ജോലി കിട്ടിയാൽ അത് ചെയ്യാൻ സുമിക്ക് താല്പര്യമുണ്ടോ? പിന്നെന്താ, അതിന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നതാണെങ്കിൽ ബിന്ദുവിന്റെ പഠിത്തത്തിന് അത് ഉപകരിക്കുമല്ലോ. അല്ല, ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. ഇച്ചായനും ആൻസിയൊക്കെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ മാത്രം പോരല്ലോ. സത്യം. സുമിക്ക് പറ്റുന്ന ഒരു ജോലിക്ക് ഞാനും ട്രൈ ചെയ്യാം. ശ്രമിച്ചാ എന്താ ഈ നാട്ടിൽ കിട്ടാത്തത്? ഞാൻ പണ്ട് എപ്പോഴോ അങ്ങനൊരു സജഷൻ ആൻസിയോട് പറഞ്ഞതാ. ആൻസി അന്ന് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വെറുതെ ഇങ്ങനെ എത്ര നേരമാണെന്ന് കരുതിയായിരിക്കുക അല്ലേ? സോഫിയുടെ ഡാഡി മരിച്ച് 1-2 വർഷം ഞാനും ഇതുപോലൊരു ഇരിപ്പിരുന്നതാ. കംപ്ലീറ്റ്ലി ലോസ്റ്റായി. പിന്നെന്താ, അങ്ങ് ജീവിക്കുക തന്നെ. എപ്പോഴായിരുന്നു? ലോങ് ബാക്ക്. ഞാനതൊന്നും ഇപ്പോൾ ഓർക്കാറേ ഇല്ല. ജീവിതം ചില സന്തോഷങ്ങൾ തരുമ്പോൾ ചില വിഷമങ്ങളും തരുന്നു. നമ്മൾ ഹാപ്പി ആയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല, സുമിക്ക് ഡിഗ്രി ഇല്ലേ? ഇല്ല, പഠിത്തം ഡിഗ്രി വെച്ച് നിർത്തി. അത് ചിലപ്പോൾ ഒരു പ്രോബ്ലം ആകും. എന്നാലും നോക്കാം.
ഫിലോസഫി ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? ആ, ആ. റീത്തയുടെ ഫേവറേറ്റ് 2 സബ്ജക്റ്റാണ് ഫിലോസഫിയും സൈക്കോളജി. നീ അധികം കളിയാക്കുകയൊന്നും വേണ്ട. ഇനിയും നിനക്ക് മനസ്സിന് പ്രയാസങ്ങൾ വരും. അന്ന് നിന്നെ സമാധാനിപ്പിക്കാൻ എന്റെ ഈ ഫിലോസഫിയെ കാണും. അത് മറക്കണ്ട. ആ. ഗുഡ് ടീ. വാ ഉസ്താദ് വാ. ജോലി ചെയ്യാൻ സുമിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ കാഷ്വലായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. ഇൻട്രസ്റ്റഡ് എന്നല്ല, ഒരു ജോലിയിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് സുമി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്ന് സുമിക്ക് വാക്കും കൊടുത്തു. ജോസ് അറിയാതെയോ? അസലായി. ജോസിനെന്താ പ്രോബ്ലം? ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ജോസിനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഞാൻ ഏതായാലും സുമിക്ക് വാക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ജോസ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഐ ഹാവ് ടു ഹെൽപ്പ് ഹെർ. സന്തോഷം. ആ, പിന്നെ നീ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസിനും ഇതൊരു സൊല്യൂഷൻ ആകും. ഐനോ, റീത്ത് തന്നെ എന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. റിയലി? മറവി തുടങ്ങിയിട്ടുണ്ട് ആൻസി. പ്രായമായി അല്ലേ? I'll call you. Okay, Bye. bye. Oh, it's nice. Come on. നിന്റെ അങ്കിൾ ഒരു ബിഗ് ഷോട്ടാ മോളെ. ഇറ്റ്സ് എ പോഷ് ഏരിയ. ഇതുപോലൊരു സെക്യൂരിറ്റി എന്ന് പഠിക്കുന്നതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജസും. എന്താ ഡിസഡ്വാൻറ്റേജസ്? പിടിച്ച് കെട്ടിയിട്ടതുപോലെ ജീവിക്കണം. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ എത്ര പേരെ പെർമിഷൻ വേണം? എനിക്കതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നെ. വീട്ടിലാകുമ്പോൾ അച്ഛനൊരു ഇൻട്രസ്റ്റ്, അമ്മയ്ക്ക് വേറൊരു ഇൻട്രസ്റ്റ്. ഇതിനിടയ്ക്ക് അന്ന് ശ്വാസം മുട്ടാൻ ഞാനും. ഇപ്പം ദേ ഹാപ്പി. മാസാമാസം കൃത്യമായിട്ട് ക്യാഷ് അയച്ചായിരുന്നു. ഞാനിവിടെ അടിച്ചു പൊളിക്കുന്നു. ഒരുമിച്ചിരുന്നുള്ള പഠിത്തം നടക്കുന്നുണ്ടോ? അതോ വർത്താനം പറഞ്ഞോളാം ഇരിപ്പ് മാത്രമേ ഉള്ളോ? ഏയ്, അസലായിട്ട് പുരോഗമിക്കുന്നുണ്ടീ. ഒരു ചായ കൂടി എടുക്കട്ടെ? അയ്യോ വേണ്ട, വയറ് ഫുള്ളായ പിന്നെ പഠിക്കാൻ പറ്റില്ല. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട്. എന്ത്? അമ്മയോട് പറഞ്ഞിട്ടേ കമ്പൈൻ സ്റ്റഡി എന്റെ റൂമിലോട്ടാക്കാം. അവിടെ ആകുമ്പോ പഠിച്ച് ക്ഷീണിച്ചാൽ മാളിൽ പോവാം, പബ്ബിൽ പോവാം, സിനിമയ്ക്ക് പോവാം. അമ്മ വിട്ടത് തന്നെ. കം. ഗുഡ് മോർണിംഗ്. എന്നെ മറന്നോ? ഐ എം വിജയ്. ഞാൻ അനിത, ബിന്ദുന്റെ ക്ലാസ്മേറ്റാ. Cool. ഞാൻ ഇറങ്ങട്ടെ? നിക്ക്. ഇന്നിന് പഠിച്ചാൽ ശരിയാവില്ല. അമ്മയോട് പറഞ്ഞാ മതി. ഞാൻ വന്നതുകൊണ്ടാണോ? പ്ലീസ്, ഐ എം നോട്ട് എൻ ഇൻട്രപ്ഷൻ. എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. വീക്കെൻഡിനല്ലേ സമയമുള്ളൂ. സീ യു. ബൈ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ജോസപ്പാപ്പനുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ആക്ച്വലി ഞാൻ ബിന്ദുവിനെ കാണാനാണ് വന്നത്. വുഡ് യു മൈൻഡ് സ്റ്റേയിങ് ഫോർ എ വൈൽ? എന്നെക്കുറിച്ച് ബീനെ പറഞ്ഞിട്ടുണ്ടാവും. ഐ മേക്ക് ഫിലിംസ്. ഐ ട്രൈ ടു. ഉവ്വ്, അറിയാം. കേരളത്തെ ബേസ് ചെയ്ത് ഒരു ഡോക്യുമെൻ്ററി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ബിന്ദുവിൻ്റെ ഏജിലുള്ള ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കേരളത്തിൻ്റെ ചേഞ്ച് ഫേസിനെ കുറിച്ച് ഒരു ഇൻസൈഡ് ലുക്ക്. അവിടെ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ബിന്ദുവിന് എന്നെ കുറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. പ്രത്യേകിച്ച് ഇപ്പൊ MTV, കമ്പ്യൂട്ടേഴ്സ്, തീം പാർക്സ്, ഇതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട്, കരിയർ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. എങ്കിലും എവിടെയോ ഞങ്ങളൊക്കെ കേരളത്തിന്റെ തനിമ നിലനിർത്തുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ആരാ? എന്താ? സുമി ആൻറ്റി? അതെ. അമ്മേ, ഇതാണ് വിജയ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനിവിടെ ഉള്ളപ്പോഴൊക്കെ ജോസെങ്കിളിനെ വന്ന് കാണാറുണ്ട്. ഇച്ചായന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തിരക്കില്ല, ഞങ്ങൾ വെറുതെ സംസാരിക്കായിരുന്നു. വിരോധമില്ലെങ്കിൽ എനിക്ക് ബിന്ദുവിൻ്റെ പെയിന്റിങ്സൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ക്യാൻ ഐ? ഇവിടെ അതിന് കാണാൻ മാത്രം ഒന്നുമില്ലല്ലോ മോനെ. നാട്ടിൽ വെച്ച് വരച്ചതൊക്കെ അവിടുത്തെ വായനശാലയ്ക്ക് കൊടുത്തു. ഓക്കെ, മൈ ലോസ്. ആ, മോനെ അകത്തേക്ക് വരൂ. ഇച്ചായൻ എഴുന്നേക്ക സമയമായി.
ദി തി തെയ് 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 ദി തി തെയ്. ലെഫ്റ്റ് ആണ്. ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ്. ഓക്കെ 1 2 3 4 തെയ് ദി തി തെയ് 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 ദി തി തെയ്. ഓക്കെ യു കണ്ടിന്യൂ. ഐ വിൽ ബി ബാക്ക്. You come back early? എന്തു പറ്റി? അവർക്കൊക്കെ വേണ്ടത് എന്റർപ്രൈസിംഗ് ആയ പ്രാക്ടിക്കലായ ആൾക്കാരെയാ. ഞാനിതൊന്നും അല്ലല്ലോ. സാരമില്ല, നമുക്ക് വേറെ നോക്കാം. നിരാശപ്പെടാതിരുന്നാ മതി. എന്തെങ്കിലും ചെയ്യാനുള്ള മൈൻഡ് സെറ്റെങ്കിലും ഉണ്ണിക്കുണ്ടായില്ലോ. ഇനിയൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ശരിയാക്കണം. ഒരിത്തിൽ കണ്ണിയായി ജീവിച്ച എൻ്റെ കുറ്റബോധം ഇപ്പോഴാ തോന്നി തുടങ്ങിയത്. ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു ട്രൈ ഫോർ എ ജോബ്. നമുക്ക് രണ്ടാൾക്കും കലാകാരന്മാരുടെ മനസ്സാ ഉണ്ണി. എനിക്കറിയാവുന്ന ഒരു ആർട്ട് ഫോം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടാ എനിക്ക് ഡാൻസ് ക്ലാസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാനും ഉണ്ണിയെപ്പോലെ ഫ്രസ്ട്രേറ്റഡ് ആയനെ. ഇപ്പോഴും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്നോ? എന്നിലെ കലയെ ഞാൻ എന്നെ കുഴിച്ചുമൂടി. അതുകൊണ്ടാണ് എനിക്കിന്നൊരു ഇന്റർവ്യൂവിന് പോകാൻ പറ്റിയത്. അതറിയോ നിനക്ക്? ഇനിയിപ്പോ പഴയതൊന്നും ഓർക്കണ്ട. എനിക്ക് സമയമായി, ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ഞാൻ എൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യട്ടെ. ജോബ് സൈറ്റിൽ ഞാൻ എൻ്റെ റെസ്യൂമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വല്ല റിപ്ലൈ വന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ണി, എന്റെ മെയിലൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. കുറെ നാളായി നോക്കിയിട്ട്. ഓവർ ലിമിറ്റ് ആയിട്ടുണ്ടാവും ചിലപ്പോ. എന്താ നിന്റെ പാസ്വേഡ്? സരിഗമ. SARIGAMA. SARIGAMA. സരിഗമ. കൊള്ളാം. സരിഗമ പ സരിഗമ പ. സരിഗമ Three, four. Ta te te dam dit te te dam ta te te dam dit te te dam ta te te dam dit te te dam ta te te dam dit te te dam. Okay. Very good. Almost perfect. Let's break for the day. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ? എണീറ്റോളൂ. 1 2. ഓക്കെ. Okay, bye. എന്താ എന്താ ഇവിടെ ബഹളം? ഉണ്ണി, ഇത് മിണ്ടരുത്. ശബ്ദിച്ചു പോരോ നീ? എന്ന് പോലെയാടിയോ തുടങ്ങിയത്? ഇതുപോലെ എത്ര സ്ഥലത്ത് എനിക്ക് രഹസ്യ കാമുകന്മാരുണ്ട്. പറ.
Give me an answer. ഞാൻ മണ്ടൻ, നിന്നെ വിശ്വസിച്ച മണ്ടൻ, സ്നേഹിച്ച മണ്ടൻ, നിന്നെ കുറിച്ച് അഹങ്കരിച്ച മണ്ടൻ, മണ്ടൻ, മണ്ടൻ. എടീ, ഇതിനും ഭേദം നിനക്ക് എന്നെ കൊന്നുകൂടായിരുന്നോ? ഒന്നിനും കൊള്ളാത്തവനായിരുന്നെങ്കിൽ ഒരു പട്ടിയെ പോലെ നിനക്ക് എന്നെ ചവിട്ടി പുറത്തു കളയാനായിരുന്നോ? ഇത് ചതി, കൊടും ചതി. എന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു മീര.